അറബ് ബന്ധം സുഹൃതങ്ങളുടെ നിരവധി ചരിത്രപാതകളിലൂടെ ഉരുത്തിരിഞ്ഞതാണ്. പ്രകാശഭൂമിയായി അറേബ്യയെ വിശേഷിപ്പിക്കുമ്പോൾ ഭാരതം അതിപ്രാചീനങ്ങളായ വേദോപനിഷത്തുകളുടെയും ഋഷിവര്യന്മാരുടെയും വളർത്തുഭൂമിയാണ്. പുതിയ കാലത്തിൽ വാണിജ്യപരമായി മാത്രം ഇരു നാടുകളെയും ചേർത്ത് വെക്കപ്പെടുമ്പോൾ അതിനുമപ്പുറത്തേക്കുള്ള ഇഴയെടുപ്പത്തിന്റെ കഥകൾ പറയുകയാണ് അറബ് നാടുകളിലെ ക്ഷേത്രങ്ങൾ. അഹ്ലൻ മോദിയിൽ കാണാം ഇനി അറേബ്യൻ നാടുകളിലെ ക്ഷേത്രങ്ങളിലെ കാണാക്കാഴ്ചകൾ. ഓരോ ആരാധനാലയവും സ്വാതന്ത്ര്യത്തിന്റെ ഉറച്ച പ്രഖ്യാപനങ്ങളാണ്. സ്വന്തം വിശ്വാസത്തിൽ നിലകൊള്ളാനും ഓരോരുത്തരുടെ സാംസ്കാരിക സ്വത്വത്തിലൂടെ സഞ്ചരിക്കാനും അറബ് രാജ്യങ്ങളിലെ ഓരോ പ്രവാസിക്കും സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആ നാട് പകർന്നു നൽകുന്ന വിശാലമായ മാനവികത ഒന്നുകൊണ്ട് മാത്രമാണ്. വിശ്വാസാചാരങ്ങൾ, ഭാഷാശാസ്ത്ര പഠനം, പുരാവസ്തു പഠനം തുടങ്ങിയവയിലെല്ലാമുള്ള പൊരുത്തങ്ങൾ കൊണ്ടും ബന്ധിക്കപ്പെട്ടതാണ് ഇരു സംസ്കാരങ്ങളെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഊട്ടിയുറപ്പിക്കപ്പെട്ട വാണിജ്യ ബന്ധങ്ങൾക്കുപരിയായി സാംസ്കാരിക പാലങ്ങൾ കൊണ്ട് തീർത്ത ദൃഢമായ ബന്ധവും ഈ നാടുകൾ തമ്മിലുണ്ട്. നമ്മൾ സാധാരണ ഇന്തോ അറബ് ബന്ധം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് പണ്ട് കാലത്തുള്ള കച്ചവട ബന്ധമാണ്. ആ രീതിയിലാണ് വരുന്നത്. അതായത് ഇന്ത്യയിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങൾ, കുരുമുളക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അറബ് മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള കച്ചവടക്കാരുമായിട്ടുള്ള ആ ഒരു ബന്ധമാണ്. പക്ഷേ അത് എന്താണ്, അത് ആ ബന്ധം വലിയൊരു ബന്ധമാണ്. കാരണം അത് ഒരു സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ഒരു ബന്ധമാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് ഇവിടെയും എന്താണ്, ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ ജോലി കിട്ടുന്ന രീതിയിലോട്ട് ഇവിടെ മാറി. ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടുന്ന രീതിയിലോട്ട് മാറി. ഇപ്പോഴും ആ വാണിജ്യ ബന്ധം വളരെ ഊർജ്ജസ്വലമായിട്ട് പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത് വരാൻ പോയെന്നല്ല പറഞ്ഞത്, അതായത് രൂപയിൽ ഡോളറിന് പകരം രൂപ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലോട്ട് മാറുകയാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് പെട്ടെന്ന്, അതായത് ഈ ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യൻ്റെ ബന്ധം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് തോന്നും ഇവിടുന്ന് എണ്ണ വാങ്ങുന്നതും അവിടുന്ന് സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവരുന്നതും മാത്രമാണ് ബന്ധം. പക്ഷെ അതല്ല, ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്ന പറഞ്ഞാൽ എണ്ണേതര വ്യാപാര ബന്ധത്തിൽ എത്രയോ കോടിയുടെയാണ് കരാർ വെച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ ആ രീതിയിലുള്ള ബന്ധം. പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മൾക്ക് അതിനപ്പുറത്ത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു ബന്ധമുണ്ട്. അതായത് നമ്മൾ ഒരു സാംസ്കാരിക പാലം നമുക്ക് തമ്മിലുണ്ട്. ആ സാംസ്കാരിക ബന്ധം വളരെ വലുതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ ഈ രാമായണത്തിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് പരിഭാഷകൾ പല ഭാഷയിലുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതിനെക്കുറിച്ചിട്ട് വലിയ ഗഹനം നടത്തിയ ഫാദർ കാമിൽ ബുൽക്കനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ അതേപോലെ തന്നെ കാമിൽ കൈദാനി എന്നുള്ള ഒരു അറബി എഴുത്തുകാരുണ്ട്. ശരിക്കും അദ്ദേഹം ബോൺ ഇൻ ഈജിപ്ഷ്യനാണ്. അപ്പോൾ അദ്ദേഹം രാമായണം എഴുതിയിട്ടുണ്ട്. UAE സഹിഷ്ണുതയുടെ കൊടിയടയാളമായി നിലകൊള്ളുന്നത് രണ്ടു ക്ഷേത്രങ്ങൾ, ബർദുബായിലും ജബൽ അലിയിലും. വിശ്വാസികൾക്ക് സമർപ്പിക്കാൻ ഒരുങ്ങുന്ന പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം മറ്റൊരു അത്ഭുതമാകും എന്നത് തീർച്ചയാണ്. പഴമയുടെ സൗന്ദര്യമേറ്റുകിടക്കുന്ന ദുബായിലെ ഏറ്റവും പ്രായം ചെന്ന നഗരം ബർദുബായ് ഓൾഡ് സൂക്ക്. ഇവിടെയാണ് 1950കളിൽ ബർദുബായ് ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ടത്. കൂടുതൽ സൗകര്യാർത്ഥം ക്ഷേത്രം ഈയിടെ ജബൽ അലിയിലേക്ക് മാറ്റി. പ്രവാസത്തിന്റെ 3 തലമുറകൾക്ക് മുൻപ് സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രം പിന്നീട് UAE ഹൈന്ദവ സമൂഹത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറി. ശ്രീകൃഷ്ണനും പരമശിവനും ഷിർദി സായിബാബയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ.
മലയാളികളടക്കമുള്ള ഒട്ടേറെ വിശ്വാസികൾ നിത്യവും ഇവിടെയെത്തി ആരാധന നടത്തുന്നു. വാരാന്ത്യങ്ങളിൽ 5000-ഓളം പേർ ക്ഷേത്രം സന്ദർശിക്കുന്നു. സ്ഥലപരിമിതിയാണ് ഇവിടുത്തെ ശിവക്ഷേത്രം ജബൽ അലിയിലേക്ക് മാറ്റാൻ അധികൃതരെ പ്രേരിപ്പിച്ചത്. That we have shifting to Jebel Ali temple, Hindu temple Jebel Ali, which is made already one year and about now. So that is already started new temple, and we have to close this temple now because. But anyway, the people's sentiment is too much here. They have been attached too much here in Bardubai than Jebel Ali. So it's a long time history temple, like almost 65 years. So they don't want to leave this temple. തിരക്കേറിയ സ്ഥലത്ത് നിലകൊള്ളുന്ന ക്ഷേത്രത്തിലെ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും വെല്ലുവിളിയാകാറുണ്ട്. മുസ്ലിം പള്ളിയോട് ചേർന്നാണ് ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത്. ഇവിടേക്കുള്ള വഴിയിൽ പൂജയ്ക്കാവശ്യമായ എണ്ണ, തിരി തുടങ്ങിയവ വിൽക്കുന്ന ഒട്ടേറെ കടകളുണ്ട്. ഭാരതത്തിലെ ഏതോ ഉൾപ്രദേശത്തെ മനോഹരമായ ക്ഷേത്ര പരിസരത്താണെന്ന് പലപ്പോഴും ഇവിടെ എത്തുമ്പോൾ തോന്നിയിട്ടുണ്ട്. വർഷങ്ങളായി ഇവിടെ നിലകൊണ്ടിരുന്ന ക്ഷേത്രം മാറ്റിയതിലുള്ള പരിഭവം പലരും പങ്കുവച്ചു. ആക്ച്വലി ഹസ്ബൻഡ് ആ കൂടൽ വരണേ വീക്ക്ലി ട്വൈസ് വരും. വെനസ്ഡേയും സാറ്റർഡേ ആ കൂടൽ വരണേ. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസിൻ്റെ കാരണം അങ്ങനെ റെഗുലർലി വരാൻ ഒക്കത്തില്ല. പക്ഷേ വി ആർ ഇമോഷണലി അറ്റാച്ച്ഡ് ടു ദിസ് ടെമ്പിൾ ബിക്കോസ് ഒരുപാട് നല്ലതാണ്. UAE-യിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതാണ് ജബൽ അലിയിലേത്. 2002 ഒക്ടോബറിലാണ് ഈ ക്ഷേത്രം ഭക്തർക്കായി തുറന്നുകൊടുത്തത്. അറബ് നിർമ്മിതികൾക്കു സമാനമാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. ഏകദേശം 2.5 വർഷമെടുത്താണ് 16 ആരാധനാമൂർത്തികളുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇവിടെ സിഖ് മതഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബ് സ്ഥാപിച്ചിട്ടുണ്ട്. UAE-യിലെ തന്നെ ഏറ്റവും പഴയ ഹിന്ദു ക്ഷേത്രമായ സിന്ധി ഗുരു ദർബാർ ക്ഷേത്രത്തിന്റെ തുടർച്ചയാണ് പുതിയ ക്ഷേത്രം നിർമ്മിച്ചത്. This temple is an extension of our Bardubai Old Temple, which was established in 1958 by early Hindu settlers with the blessings of His Highness Sheikh Rashid bin Said Al Maktoum. That temple was there for 65 years, and now when this temple was ready, we have moved on 3rd of January 2024 to Jebel Ali. The old temple has been closed, and as promised, as per our commitment, we have moved to Jebel Ali. And it is very nice of the rulers and the government of Dubai who are committed for fostering interfaith harmony, religious tolerance and coexistence.
രാവിലെ 6:30 മുതൽ രാത്രി 8 വരെയാണ് ദർശന സമയം. ദിവസവും 1000 മുതൽ 1200 ഭക്തരെ വരെ ഉൾക്കൊള്ളാവുന്ന തരത്തിലാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം. എല്ലാ മതസ്ഥർക്കും രാജ്യത്തെത്തുന്ന സന്ദർശകർക്കും ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. 2020 ഫെബ്രുവരിയിലാണ് ക്ഷേത്രത്തിന്റെ തറക്കല്ലിട്ടത്. അറബിക് ഹിന്ദു ജോമെട്രിക് ഡിസൈനുകളിൽ പണി കഴിപ്പിച്ച ക്ഷേത്രം ശില്പചാരുതയാൽ മനം കവരുന്നതാണ്. പ്രാർത്ഥനാ ഹാളിനു മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള 3D പ്രിന്റോട് കൂടി വിരിയുന്ന പിങ്ക് താമര നിർമ്മിതിയുടെ അഴക് വർദ്ധിപ്പിക്കുന്നു. ആരാധനാ ഗ്രാമം എന്നറിയപ്പെടുന്ന ജബൽ അലിയിൽ ഹിന്ദു ക്ഷേത്രത്തിന് പുറമെ നിരവധി പള്ളികളും ഗുരുനാനാക്ക് ദർബാർ ഗുരുദ്വാരയുമുണ്ട്. UAE-യിലെ വിശ്വാസികൾക്ക് വേണ്ടി ഒരുങ്ങുന്ന മൂന്നാമത് ക്ഷേത്രമാണ് അബുദാബിയിലെ BAPS മന്ദിർ. ഒരു ഭരണാധികാരിയുടെ ഇച്ഛാശക്തിയുടെ തെളിവ് കൂടിയാണിത്. അതോടൊപ്പം തന്നെ 2 രാജ്യങ്ങൾ, സംസ്കാരങ്ങൾ ഇവയുടെ പരസ്പര സൗഹൃദത്തിന്റെയും കരുതലിന്റെയും എക്കാലത്തേക്കുമുള്ള അടയാളം കൂടിയാണിത്. ഡിസംബറിൽ നിർമ്മാണം ആരംഭിച്ച അബുദാബിയിലെ പ്രഥമ പരമ്പരാഗത ഹിന്ദു ശിലാക്ഷേത്രം BAPS ഹിന്ദു മന്ദിർ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിരിക്കുമെന്നാണ് ക്ഷേത്രത്തെക്കുറിച്ച് UAE സഹിഷ്ണുതാ സഹവർത്തിത്വ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ പറഞ്ഞത്. BAPS ആത്മീയ ഗുരു പ്രമുഖ് സ്വാമി മഹാരാജ് 1997 UAE സന്ദർശിച്ചിരുന്നു. അന്ന് ഷാർജയിൽ വെച്ച് അബുദാബിയിൽ ഒരു ക്ഷേത്രമെന്ന സ്വപ്നം അദ്ദേഹം പങ്കുവച്ചു. രാജ്യങ്ങളെയും സംസ്കാരങ്ങളെയും മതങ്ങളെയും ഒരുമിച്ച് ചേർക്കുന്ന, അക്ഷരാർത്ഥത്തിൽ മരുഭൂമിയിലെ ആത്മീയ ഐക്യത്തിന്റെ മരുപ്പച്ച പോലെ ഒരു ക്ഷേത്രമാകണം അത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. വർഷങ്ങൾക്കിപ്പുറം ആ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. അബുദാബിയിലെ അമ്പലമായിട്ട് ബാപ്സ് നിർമ്മിച്ച അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് ആ സന്യാസി വിരസത ഇപ്പം അടുത്ത് കുറച്ച് ദിവസം മുമ്പേ വരുന്ന സമയത്ത് ഇവിടെ കൊടുത്തിട്ടുള്ള സ്വീകരണം ശ്രദ്ധിച്ചിരുന്നു. ആ പരമ്പരാഗത രീതിയിലുള്ള സ്വീകരണം ഒരു മതാചാര്യന് കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണെന്നാണ് തോന്നുന്നത്. രാഷ്ട്ര തലവന്മാർക്ക് കൊടുക്കാറുണ്ട്, പക്ഷേ ഇത് ഇവിടെ പരമ്പരാഗതമായിട്ടുള്ളൊരു സ്വീകരണമാണ് ഒരു മതാചാര്യന് കൊടുക്കുന്നത്. മാതൃരാജ്യത്തിനുള്ളതിന് സമാനമായ രീതിയിൽ UAE-യിലും ഒരു വലിയ ക്ഷേത്രം വരുന്നതിൽ ആഹ്ലാദത്തിലാണ് ഇവിടെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികൾ. സ്വന്തം വിശ്വാസങ്ങൾക്ക് വലിയ മൂല്യം നൽകുന്ന രാജ്യത്തെയും ഇവർ നന്ദിപൂർവ്വം ഓർക്കുന്നു. വർഷത്തെ പ്രവാസ ജീവിതത്തിനിടയിൽ ഇവിടെ അമ്പലങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബർദുബായിലൊക്കെ അമ്പലം ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതായി ഒരു അമ്പലം ജബലാലിയിൽ അബുദാബിയിൽ പണി കഴിപ്പിച്ചു. ആ അമ്പലം ഞങ്ങൾ TV കൂടെയാണ് കണ്ടിരിക്കുന്നത്. ആ അമ്പലം പണിത് കിട്ടാൻ വേണ്ടി പണിയാനും അതിന് അനുവാദം കൊടുത്ത ഈ UAE രാജഭരണാധികാരികളോട് നമ്മൾ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. കാരണം ഇവിടെ ഇത്രയും വലിയൊരു ക്ഷേത്രം നമുക്ക് കാണാൻ കഴിഞ്ഞതിലും അത് വർണ്ണാഭമായ കൊത്തുപണികൾ തന്നെ പല പ്രാവശ്യം ഞങ്ങൾ TV കണ്ടു. അപ്പോൾ അത് നേരിട്ടൊന്ന് കാണണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. അത് ഉടനെ തന്നെ ഞങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പണി കഴിപ്പിച്ച മോദി സർക്കാരിനോട് നമുക്ക് അങ്ങേയറ്റം നന്ദിയുണ്ട്. ഇച്ഛാശക്തിയുള്ള ഒരു ഭരണാധികാരിയുടെ പരിശ്രമത്തിന്റെ പര്യവസാനമാണിത്. ഈ രാജ്യത്ത് ഇന്ത്യയും ഇന്ത്യക്കാരുടെ വിവിധങ്ങളായ ആഘോഷങ്ങളും ഇരു കൈയും നീട്ടി സ്വീകരിക്കപ്പെടുന്നു. സഹിഷ്ണുതയ്ക്ക് തന്നെ ഒരു മന്ത്രിയും മന്ത്രാലയവുമുള്ള ലോകത്തെ അപൂർവം രാജ്യങ്ങളിലൊന്നാണ് UAE. അവിടെ താമസിക്കുന്നവരിൽ
ഭൂരിപക്ഷമുള്ള ഇന്ത്യക്കാർ, 200-ലേറെ രാജ്യക്കാരാണ് UAE-യിൽ താമസിക്കുന്നത്. അവരോടെല്ലാം വർണ്ണവർഗ ഭാഷാ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ അവരോടെല്ലാം ഒരുപോലെ സമീപനം കാഴ്ചവെക്കുന്ന UAE-യിലെ ഭരണകർത്താക്കൾ. അവർ ഇന്ത്യക്ക് സമ്മാനിച്ചിരിക്കുന്നത് ഒരു സ്നേഹത്തിൻ്റെ ഒരു മുദ്രയാണ്. തങ്ങളുടെ ഭൂമി സൗജന്യമായി വിട്ടുകൊടുക്കുകയും അവിടെ ഒരു ആരാധനാലയം പണിയുവാൻ വേണ്ടി അനുവാദം നൽകുകയും അതിനെല്ലാ പിന്തുണയും നൽകുകയും ചെയ്ത ഇവിടുത്തെ ഭരണാധികാരികൾക്ക് ഓരോ ഇന്ത്യക്കാരനും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഈ ആരാധനാലയമാണെങ്കിൽ ഒരു വിസ്മയ കൊട്ടാരമാണ്. ലോകത്ത് തന്നെ എല്ലാ ഭാഗത്തുള്ളവരെയും ആകർഷിക്കുന്ന ഒരു ശില്പഘടനയാണ് അതിനുള്ളത്. കൊത്തുപണികളുടെ ഒരു മഹാവിസ്മയമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. കരുത്തനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ തണലിൽ അദ്ദേഹത്തിന് അറബ് ലോകത്തെ നേതാക്കളുമായുള്ള ആത്മസൗഹൃദത്തിന്റെ ഊഷ്മളതയിൽ ഈ രാജ്യം നമുക്ക് കൂടുതൽ സ്നേഹം ഇനിയും പങ്കുവെക്കട്ടെ. വിവിധ മതാചാരങ്ങളെ ഉൾക്കൊള്ളാനുള്ള അറബ് ലോകത്തിന്റെ വിശാലത UAE-യിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അത് ബഹ്റിനിലേക്കും ഒമാനിലേക്കും ഒക്കെ നീണ്ടതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇരു രാജ്യങ്ങളിലെയും ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള ക്ഷേത്രമുള്ളത് ബഹ്റിനിലാണ്. ഈ ക്ഷേത്രത്തിന് ഏകദേശം 200 വർഷത്തിലധികം പഴക്കമുണ്ട്. മനാമയിലാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വൈവിധ്യമാർന്ന ഇന്ത്യൻ ആചാരങ്ങൾ ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. മലയാളികളടക്കം നിരവധി വിശ്വാസികളാണ് ദിവസേന ഇവിടെ എത്തുന്നത്. ഏകദേശം 200 വർഷത്തിലേറെ പഴക്കമുള്ള ബഹ്റിൻ്റെ തലസ്ഥാനമായ മനാമയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഇത്. 2018 ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ബഹ്റിൻ സന്ദർശിച്ച വേളയിൽ ഈ ക്ഷേത്രത്തിൽ എത്തുകയും അതുവഴി വലിയ ജനശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി. വൈവിധ്യമാർന്ന ഹിന്ദു ആചാരങ്ങൾ, പ്രത്യേകിച്ച് അയ്യപ്പ വിളക്ക്, മഹാശിവരാത്രി ആഘോഷം, അതുപോലെ തന്നെ വിഷു ആഘോഷം തുടങ്ങിയ വിവിധ ആചാരങ്ങളും പൂജകളും നടത്തുവാനുള്ള ആശ്രയ കേന്ദ്രം കൂടിയാണ് ഇത്. 2018 ബഹ്റിൻ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. വിശ്വാസങ്ങളെ ഉൾക്കൊള്ളുന്നതിൽ ഒമാനും മാതൃകാപരമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. 2 ക്ഷേത്രങ്ങളാണ് ഒമാനിൽ മാത്രമുള്ളത്. മസ്കറ്റിന്റെ തലസ്ഥാന നഗരിയിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രവും ശ്രീകൃഷ്ണ ക്ഷേത്രവും. ശിവക്ഷേത്രം മനോഹരങ്ങളായ വാസ്തുവിദ്യകളാൽ സമ്പന്നമാണ്. ഇവിടെ ആദിമോത്തീശ്വർ മഹാദേവ്, ഹനുമാൻ തുടങ്ങിയ പ്രതിഷ്ഠകളുമുണ്ട്. ഹോളി, ദീപാവലി, ഹനുമാൻ ജയന്തി, നവരാത്രി എന്നിവയുൾപ്പെടെ വിവിധ ആഘോഷങ്ങളും ഇവിടെ കൊണ്ടാടുന്നു. പ്രധാനമന്ത്രി 2018 ചരിത്രപ്രസിദ്ധമായ ശിവക്ഷേത്രത്തിൽ അഭിഷേകം നടത്തിയിരുന്നു. 1507 മറ്റാണ് സിന്ധ് പ്രവിശ്യയിൽ നിന്നും ഒമാനിലേക്ക് ഹൈന്ദവർ കുടിയേറി പാർക്കുകയും ഇവിടെ കച്ചവടത്തിനായിട്ട് വന്ന് കച്ചവടം ചെയ്ത് അങ്ങനെ മർച്ചൻ്റ് ഗ്രൂപ്പാണ് ഇവിടെ ആദ്യമായിട്ട് ഒരു അമ്പലം സ്ഥാപിക്കുന്നത്. 1907 മത്ര ഏരിയയിലുള്ള ഓൾഡ് മസ്കറ്റ് പ്രദേശത്താണ്. അവിടെ തിക്കിലി പോപ്പുലേറ്റഡ് ഏരിയയാണ്. അവിടെയാണ് ആദ്യത്തെ ശിവക്ഷേത്രം സ്ഥാപിക്കുന്നത്. GCCയിൽ തന്നെ ആദ്യത്തെ ഹൈന്ദവ ക്ഷേത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആദ്യത്തെ ക്ഷേത്രമാണ് ശിവക്ഷേത്രം. ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കാനും
ആചാരങ്ങൾ അനുഷ്ഠിക്കാനുമുള്ള പിന്തുണ നൽകി മതസൗഹാർദ്ദത്തിന്റെ വാതിലുകൾ തുറന്നിടുന്ന ഇവിടുത്തെ ഭരണകൂടങ്ങളാണ് മറുനാട്ടിൽ ജീവിക്കുന്ന വിശ്വാസികളുടെ പിൻബലം. കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ മരുഭൂമിയിൽ ഒരു പുതിയ സംസ്കാരം പിറവികൊള്ളുകയാണ്. ഏറിയ പങ്കും പ്രവാസ മണ്ണിൽ ജീവിച്ച വിശ്വാസികൾക്ക് ആശ്വാസമേകാൻ, തണലേകാൻ ഒരു ക്ഷേത്രം കൂടി ജനിച്ചു വീഴുന്നു. രണ്ടു രാജ്യങ്ങളുടെ, രണ്ടു സംസ്കാരങ്ങളുടെ മനോഹരമായ കൂടിച്ചേരലിന് കാലം സാക്ഷിയാകുന്നു. അഹ്ലം മോദിലൂടെ കാണാം അടുത്ത ദിവസം.